അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബില്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, സൂറത്ത് ബറാഅയിലെ 3-ാമത്തെ ആയത്ത് ഇങ്ങനെയാണ്: വഅദാനും മിനല്ലാഹി വറസൂലിഹി ഇലന്നാസി യൗമൽ ഹജ്ജിൽ അക്ബരി അന്നല്ലാഹ ബരീഉം മിനൽ മുശ്രികീന വറസൂലുഹു ഫഇൻ തുബ്തും ഫഹുവ ഖൈറുൽ ലക്കും വഇൻ തവല്ലൈതും ഫഅലമൂ അന്നകും ഗൈറു മുഅ്ജിസില്ലാഹ് വബശ്ശിരിൽ ലദീന കഫറൂ ബിഅദാബിൻ അലീം. ഈ ആയത്തിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: വഅദാനും മിനല്ലാഹി വറസൂലിഹി ഇലന്നാസി യൗമൽ ഹജ്ജിൽ അക്ബർ. ഹജ്ജുൽ അക്ബറിൻ്റെ പ്രധാന ഹജ്ജിൻ്റെ നാളിൽ, ഈ പ്രധാന ഹജ്ജ് എന്നതുകൊണ്ട് യൗമു അറഫയാണോ ഉദ്ദേശം, യൗമുൻ നഹറാണോ എന്നത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്തായിരുന്നാലും തലേന്നും പിറ്റേന്നുമായിട്ടാണ്, ദുൽഹജ്ജ് 9 അല്ലെങ്കിൽ 10, തലേന്നും പിറ്റേന്നുമായിട്ടാണ് ഇത് ജനങ്ങളെ ഓതി കേൾപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ജനങ്ങൾ എന്ന് പറയുന്നത് മക്കയിൽ ഹജ്ജിന് വന്നിട്ടുള്ള ആളുകളെയാണ്. ഇലന്നാസ്, ആ ആളുകൾക്കുള്ള അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും അവൻ്റെ റസൂലിൻ്റെ ഭാഗത്തു നിന്നും ദൂതൻ്റെ ഭാഗത്തു നിന്നുമുള്ള അറിയിപ്പാണിത്. വഅദാനും മിനല്ലാഹി വറസൂലിഹി ഇലന്നാസി യൗമിൽ ഹജ്ജൽ അക്ബർ. എന്താണ് അറിയിപ്പ്? അന്നല്ലാഹ ബരീഉം മിനൽ മുശ്രികീൻ, ഈ മുശ്രിക്കുകളിൽ നിന്ന് അള്ളാഹുവും വറസൂലുഹു അവൻ്റെ ദൂതനും ഉത്തരവാദിത്വം പിൻവലിച്ചിരിക്കുന്നു. ഇവിടെ അൽ മുശ്രികീൻ എന്ന് പറയുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു പദമാണ്. ലോകത്തുള്ള ബഹുദൈവവിശ്വാസികളെ എല്ലാവരെയുമല്ല ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. മക്കയിൽ അന്ന് അധിവസിച്ചു കൊണ്ടിരുന്ന ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലാത്ത ആളുകളെയാണ് ഇവിടെ അൽ മുശ്രികീൻ എന്നുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അവർക്കുള്ള അറിയിപ്പാണിത്. എന്നിട്ട് പറഞ്ഞു, ഫഇൻ തുബ്തും ഫഹുവ ഖൈറുൽ ലക്കും, നിങ്ങൾക്ക് ഇനിയും അവസരമുണ്ട്, നിങ്ങൾ പശ്ചാത്തപിക്കാൻ തയ്യാറുണ്ടെങ്കിൽ. പശ്ചാത്തപിക്കാമെന്ന് പറഞ്ഞാൽ ഷിർക്കിൽ നിന്ന്, കുഫറിൽ നിന്ന്, ദൈവവിശ്വാസത്തിൽ നിന്നും നിഷേധത്തിൽ നിന്നുമൊക്കെ പശ്ചാത്തപിച്ച് നിങ്ങൾ ഇസ്ലാമിലേക്ക് വരികയാണെങ്കിൽ ഫഹുവ ഖൈറുൽ ലക്കും, അത് നിങ്ങൾക്ക് ഖൈറാണ്, ഉത്തമമാണ്. ഇവിടെ നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചേ പറ്റൂ എന്ന് നിർബന്ധം പിടിക്കില്ല എന്നുള്ളതും ഇക്കൂട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് പശ്ചാത്തപിക്കാം, അതിന് സന്ദർഭമുണ്ട് എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഖൈർ, ഗുണം. ഇനി വഇൻ തവല്ലൈതും, നിങ്ങളിത് സ്വീകരിക്കാൻ പശ്ചാത്തപിക്കാൻ തയ്യാറില്ലാതെ തിരിഞ്ഞു കളയുകയാണെങ്കിൽ ഫഅലമു, നിങ്ങൾ അറിയണം, അന്നക്കും ഗൈറു മുഅ്ജിസില്ല, നിങ്ങൾക്ക് അള്ളാഹുവിനെ പരാജയപ്പെടുത്താനാവുകയില്ല. അതായത് നിഷേധികൾ അവർ നിഷേധത്തിൽ തന്നെ കഴിഞ്ഞുകൂടുന്നുവെങ്കിൽ അവർക്ക് അള്ളാഹിനെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ആ നിഷേധത്തിൻ്റെ പരിണതി, അതിൻ്റെ ഫലം അവർ പിന്നീട് അറിയേണ്ടി വരും. അത് ഈ ലോകത്ത് അല്ലെങ്കിൽ പരലോകത്ത് അറിയേണ്ടി വരും. വബശ്ശിരിൽ ലദീന കഫറൂ ബിഅദാബിൻ അലീം, നിഷേധികൾക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് എന്ന് അവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക എന്നാണ്. ഇവിടെ സന്തോഷവാർത്ത എന്ന് പറയുന്നതിൽ ഒരു പരിഹാസത്തിൻ്റെ ചുവയുണ്ട്. അതായത് മനുഷ്യൻ എപ്പോഴും പ്രതീക്ഷിക്കുന്നത് ഭാവിയിൽ തനിക്ക് നന്മ കിട്ടണം എന്നാണ്. ഇവിടെ നിഷേധികളോട് നിങ്ങൾക്ക് ഭാവിയിൽ നന്മ കിട്ടണമെങ്കിൽ നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കുകയും പശ്ചാത്തപിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരാണ് വേണ്ടത് എന്നാണ് പറയുന്നത്. അതാണ് നിങ്ങൾക്ക് ഖൈറാണ്. നിങ്ങളതിന് തയ്യാറല്ലെങ്കിലോ പിന്നെ നിങ്ങൾക്ക് കിട്ടാൻ പോണത്, നിങ്ങളുടെ ഈ പ്രതീക്ഷ അത് അസ്ഥാനത്താണ്, ശിക്ഷ നിങ്ങൾക്ക് കിട്ടാൻ പോണത് എന്നുള്ള. അപ്പോൾ അവിടെ ബിഷാറത്ത്, സന്തോഷവാർത്ത അറിയിക്കാനുള്ള പദമാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അത് അവരുടെ ഈ നിലപാടുമായി ബന്ധപ്പെടുത്തി അവരെ പരിഹസിച്ചുകൊണ്ടുള്ളൊരു പ്രയോഗം കൂടിയാണ്. കാരണം അവർ കൈയാളുന്ന രീതി, അവർ കൈക്കൊള്ളുന്ന അക്രമപരമായിട്ടുള്ള നിലപാടുകൾ, നിഷേധത്തിൻ്റേതായിട്ടുള്ള നിലപാടുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർ ഇത്തരം
പിന്നെ ചെറിയ രീതിയിലുള്ള പരിഹാസത്തിനൊന്നുമല്ല അവർ അർഹത നേടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അള്ളാഹുവും അവൻ്റെ റസൂലും ആളുകളെ ജനങ്ങളെ അറിയിക്കുന്നത് എന്താണ്? ഈ കാലം കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് അനുവദിച്ചു തന്നിട്ടുള്ള ഈ 4 മാസം അല്ലെങ്കിൽ ഈ യുദ്ധം നിഷിദ്ധമായിട്ടുള്ള മാസമായിട്ടുള്ള ദുൽഹിജ്ജയും അതുപോലെ മുഹറമും, അതായത് 4 മാസം വരെയോ അല്ലെങ്കിൽ 4 മാസത്തിൽ കുറഞ്ഞതോ ആയ കാലയളവിൽ കരാറിൽ ഏർപ്പെട്ടിട്ടുള്ളവരും തീരെ കരാറിൽ ഏർപ്പെട്ടിട്ടില്ലാത്തവർക്കും അനുവദിച്ചു കൊടുത്തിട്ടുള്ള ഈ ഘട്ടമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ മുമ്പിൽ രണ്ടിലൊരു മാർഗ്ഗമേ ഉള്ളൂ. ഒന്നുകിൽ നിങ്ങൾ പശ്ചാത്തപിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ നാട് വിട്ടു പോകണം. ഇതാണ്, അല്ലാതെ കൊല്ലുക എന്നുള്ളതല്ല അവിടെ ഖുർആൻ പറയുന്നത്. നിങ്ങൾക്ക് മക്കയിൽ ജീവിക്കണമോ, നിങ്ങൾക്ക് ഇസ്ലാം സ്വീകരിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വിട്ടുപോയിട്ട് വേറെ എവിടെയെങ്കിലും പോയി താമസിക്കാം. അതിന് നിങ്ങൾക്ക് സാവകാശമുണ്ട്, ചിന്തിക്കാൻ തീരുമാനമെടുക്കാനൊക്കെ ഉള്ള സാവകാശമുണ്ട്. ഇതാണ് ഇവിടെ ഖുർആൻ പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് മക്കയിൽ ഇവരെ നിലനിർത്തിക്കൂടാ എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ഇവിടെയുണ്ട്. മക്ക എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ തന്നെ തൗഹീദിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രദേശമായിട്ട് പ്രഖ്യാപിക്കുകയും തദടിസ്ഥാനത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോടും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനോടും അവിടെ കഅബ പണിയാൻ വേണ്ടി പറയുകയും ചെയ്തു. അങ്ങനെ തീർത്തും ഏക ദൈവത്വത്തിൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലകൊള്ളേണ്ടുന്ന ഒരു പ്രദേശമാണ്, അതായത് ഇസ്ലാമിൻ്റെ തലസ്ഥാനമാണ് മക്കാർന്ന്. അവിടെ 2 വിരുദ്ധ ആശയങ്ങളും ജീവിത രീതിയും പറ്റില്ല എന്നുള്ളതാണ്. തനി ശിർക്കും കുഫറും അതിൽ നിന്ന് നേർ വിപരീതമായിട്ടുള്ള തൗഹീദും, ഇത് രണ്ടും കൂടി അവിടെ നടക്കില്ല. ഷിർക്ക് കൈക്കൊള്ളേണ്ട ആളുകൾക്ക് മക്കയിൽ നിന്ന് പുറത്തു പോയിട്ട് അവർക്ക് അവരുടെ ഷിർക്കുമായിട്ട് പോവാം. അവരെ കൊന്നൊടുക്കുകയോ അവർക്ക് അവരുടെ ഷിർക്കിൽ നിന്ന് നിർബന്ധിച്ചുകൊണ്ട് അവരെ അത് ഒഴിവാക്കുകയൊന്നും ചെയ്യുന്ന രീതി ഇവിടെ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇസ്ലാമിൻ്റെ വിശാലമായിട്ടുള്ള പിന്നെ സമീപനവും മാർഗവും എന്ന് പറഞ്ഞത്. അല്ലാതെ ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങൾക്കുള്ള എല്ലാ മുശ്രിക്കുകൾക്കുമുള്ള അറിയിപ്പ് എന്നുള്ള നിലക്കല്ല വിശുദ്ധ ഖുർആൻ ഇത് പറയുന്നത്. ഇനി ഇവർ പറയുന്ന കൊന്നൊടുക്കാൻ പറയുന്ന ആയത്ത് ആണ് 4-ാമത്തെ ആയത്ത് എന്ന് പറയുന്നത്. അതിൻ്റെ വിശദീകരണത്തിലേക്ക് നമ്മൾക്ക് പിന്നീട് വരാം. അപ്പോൾ ഇവിടെ ഇസ്ലാം കാഴ്ചവെക്കുന്ന മാനവികമായിട്ടുള്ള രീതി എന്നത് സാധാരണ വിപ്ലവങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇവിടെ 1 കൊല്ലം കഴിഞ്ഞിട്ടാണ്, അതായത് മക്ക കീഴടങ്ങി 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ പ്രഖ്യാപനം പോലും വരുന്നത്. അതുവരെ അവർന്ന് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞില്ല എന്ന് മാത്രവുമല്ല, ഈ കൊല്ലത്തെ ഹജ്ജിൽ നിന്ന് പോലും മുശ്രിക്കുകളോട് മാറിക്കാൻ പറയില്ല. അവർക്ക് ഹജ്ജ് ചെയ്യാനുള്ള, പണ്ട് അവർ ഇതിനു മുമ്പ് ചെയ്തിരുന്നത് പോലെ ഹജ്ജ് ചെയ്യാനുള്ള അനുവാദം അവർക്ക് കൊടുക്കുന്നുണ്ട്. ഇത് അവസാനത്തെ ചാൻസാണ് എന്ന് മാത്രമേ ഉള്ളൂ. അവർ പണ്ട് ചെയ്തിരുന്നത് എന്താണ്? അവർ പലപ്പോഴും നഗ്നരായിട്ടാണ് കഅബയുടെ ചുറ്റും കറങ്ങിയിരുന്നത്, അവിടെ ഹജ്ജിൽ ഏർപ്പെട്ടിരുന്നത്. കാരണം തങ്ങൾ ചെയ്തിട്ടുള്ള പാപക്കറ പുരണ്ടതാണ് തങ്ങളുടെ വസ്ത്രം. അതുകൊണ്ട് ഈ വസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് ഉടുത്തുകൊണ്ട് ധരിച്ചുകൊണ്ട് ഹജ്ജ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള വിശ്വാസമാണ് അവർക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് പലരും ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ നഗ്നരായിട്ടാണ് ഹജ്ജ് ചെയ്യുക. അതുപോലെ തന്നെ ഷിർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവരുടെ പഴയ ഷിർക്ക് ഇപ്പോഴും അവരിൽ നിലവിലുണ്ട്, അതിൽ നിന്ന് അവർ മുക്തരായിട്ടില്ല. അതുകൊണ്ട് ഈ കൊല്ലവും കൂടി നിങ്ങൾക്ക് അനുവാദമുണ്ട്. ഇനി മേലിൽ ഷിർക്കുപരമായിട്ടുള്ളൊരു വിശ്വാസവും ആചാരവുമായിട്ട് ഇങ്ങോട്ട് വരേണ്ട, അതുപോലെ നഗ്നരായിട്ടും വരേണ്ടതില്ല എന്നുകൂടി ഈ ഘട്ടത്തിൽ അവരോട് പറയുന്നുണ്ട്, കൽപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ ഇതേ സൂറയിൽ തന്നെ അതുമായി ബന്ധപ്പെട്ടൊരായത്ത് പിന്നീട് വരുന്നുണ്ട്. അപ്പോൾ ഇസ്ലാമിൻ്റെ വിശാലമായിട്ടുള്ള ഈ സമീപനത്തെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടും അത് അവഗണിച്ചുകൊണ്ടുമാണ് ഈ മുസ്ലിങ്ങളെന്ന് പറയുന്ന കുരുട്ട് ബുദ്ധിയുമായിട്ട് നടക്കുന്ന, അതുപോലെ തന്നെ നാസ്തികന്മാർ എന്ന് പറയുന്ന, അതുപോലെ സംഘികളെന്ന് പറയുന്ന വിഭാഗങ്ങളൊക്കെ അവർ ഇസ്ലാമിൻ്റെ അതിൽ ഒറ്റക്കെട്ടാണ്. അവരെല്ലാം കൂടി ഇസ്ലാമിനെ താറടിച്ച് കാണിക്കാൻ വേണ്ടി
അമുസ്ലിമിനെ അല്ലെങ്കിൽ മുശ്രിക്കിനെ കാഫിറിനെ കൊല്ലണം എന്നാണ് ഇസ്ലാം കണ്ടെടുത്ത് വെച്ച് കൊല്ലണം എന്നാണ് ഇസ്ലാം പറഞ്ഞുകൊണ്ട് പറയുന്നത് എന്ന് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ യാതൊരു വസ്തുതയുമില്ല. തുടർന്ന് 4-ാമത്തെ ആയത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാവുന്നതാണ്.